ഹമാസ് നടത്തുന്ന പോരാട്ടത്തെ നമ്മൾ അംഗീകരിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സോഷ്യൽ മീഡിയ പോരാളികൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ അവരുടെ ആവശ്യം തൽക്കാലം അംഗീകരിച്ചുകൊണ്ട് ഹമാസിൻ്റെ കൂടെ നമ്മൾ നിലനിൽക്കുകയാണ് എന്ന് നമ്മൾ സമ്മതിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് ഹമാസിനെ വിശ്വസിക്കാനും ന്യായീകരിക്കാനും സാധിക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹമാസിൻ്റെ പിറവി സംഭവിച്ച അന്ന് മുതൽ തന്നെ ആ ഫലസ്തീനിൻ്റെ മണ്ണിൽ ഭീകരമായിട്ടുള്ള കുഴപ്പങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ രാഷ്ട്രവുമായി സഹകരിച്ച ഹമാസിൻ്റെ പാരമ്പര്യം, അത് ഭീതിയോടുകൂടിയാണ് മുസ്ലിംകൾ ഇന്നും നോക്കിക്കാണുന്നത്. ഈ ഒരു വിഷയം അറിയാത്തവരല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കാലത്ത് പാളയം ഇമാമായിരുന്ന ജമാൽ മങ്കട സാഹിബ്, അദ്ദേഹം ഈ അടുത്ത് വെള്ളിയാഴ്ചയിലെ ഒരു ഖുതുബയിൽ പള്ളി മിമ്പറിൽ കയറി നിന്നുകൊണ്ടാണ് ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ളത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം അറിഞ്ഞോ അറിയാതെ